നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട റിനക്സും ജിഷയും പ്രാർത്ഥിച്ചും ചിന്തിച്ചും ആലോചിച്ചും തീരുമാനമെടുത്ത് കഴിഞ്ഞ ഞായറാഴ്ച മനസ്സമ്മതമെന്ന ചടങ്ങ് നടത്തി ദൈവാനുഗ്രഹം നേടി ഇന്ന് ഈ അൾത്താരയ്ക്ക് മുമ്പിലായിരുന്നുകൊണ്ട് നാം എല്ലാവരെയും സാക്ഷിയാക്കിക്കൊണ്ട് ഈ ദേവാലയത്തിൽ വെച്ച് വിവാഹമെന്ന കൂദാശ വഴി പുതിയൊരു കുടുംബത്തിന് രൂപം കൊടുക്കുകയാണ്. ആദ്യമേ തന്നെ റിനക്സിനെയും ജിഷയെയും ഈ നല്ല ദിവസത്തിന് വേണ്ടി ഒരുക്കിയവരുടെ മാതാപിതാക്കളെയും സഹോദരി സഹോദരങ്ങളെയും അഭിനന്ദിക്കുന്നു. റിനക്സിനും ജിഷയ്ക്കും വിവാഹ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും ഒരുമയുടെയും സന്തോഷത്തിന്റെയും പ്രാർത്ഥനയുടെയും ആയിരിക്കണമേ എന്ന് ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ഇന്ന് നാം വായിച്ചു കേട്ട സുവിശേഷത്തിന്റെ വെളിച്ചത്തിലും ആരംഭത്തിലെ തന്നെ ഇവർ രണ്ടുപേരും ചേർന്ന് കൊണ്ടുവന്ന കാഴ്ച സമർപ്പണത്തിന്റെ വെളിച്ചത്തിലും അല്പനേരം നമുക്ക് ഈ ദിവ്യമായ കൂദാശയുടെ സന്ദേശത്തെക്കുറിച്ച് ധ്യാനിക്കാം. കഴിഞ്ഞ 15 വർഷത്തെ പുരോഗതി ജീവിതത്തിൽ ഒത്തിരിയേറെ വിവാഹങ്ങൾ ആസ്വദിക്കാനുള്ള അവസരം ദൈവം തരികയുണ്ടായി. എന്നാൽ അധികമൊന്നും ശ്രദ്ധിക്കപ്പെടാതിരുന്ന ഒരു രീതിയിലാണ് ഇന്ന് റിനക്സും ജിഷയും കാഴ്ച സമർപ്പണത്തിന് രണ്ടുപേരും പരസ്പരം ഒരുമിച്ച് കൈപിടിച്ച രണ്ടുപേരും ഈ കാഴ്ച സമർപ്പിച്ച ആ സഞ്ചിയുടെ രണ്ട് ഭാഗം പിടിച്ചുകൊണ്ട് ഒരുമയോടാണ് അവർ രണ്ടുപേരും കാഴ്ച സമർപ്പിച്ചത്. രണ്ടുപേരും കാഴ്ച സമർപ്പിക്കാമെന്നുള്ള എനിക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ ആയിരുന്നു. ആരെ ആദ്യം അനുഗ്രഹിക്കണം? രണ്ടുപേരും തിരിച്ചാണ് വരുന്നതെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട്. എന്നാൽ അവർക്ക് രണ്ടുപേർക്കും ആര് പറഞ്ഞു കൊടുത്തതായാലും രണ്ടുപേരും ചേർന്നെടുത്ത തീരുമാനമായാലും രണ്ടുപേരും ഒരുമയോടുകൂടിയാണ് വിവാഹ എന്ന കൂദാശയ്ക്ക് ഒരുക്കമായി കാഴ്ച സമർപ്പണത്തിന് വന്നത്. ഈ ഒരുമ ഇവരുടെ ജീവിതത്തിന്റെ അവസാന നിമിഷം വരെ ഉണ്ടായിരിക്കണമേ എന്നാണ് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നത്. ഒരു ചെറിയൊരു കഥയുണ്ട്. MA ലിറ്ററേച്ചർ പഠിച്ചപ്പോൾ ആഫ്രിക്കൻ ലിറ്ററേച്ചറിന്റെ ഒരു പേപ്പർ ഉണ്ടായിരുന്നു. അവിടെ ഒരു ചെറിയൊരു കഥ വായിച്ച് ഷോർട്ട് സ്റ്റോറി വായിച്ച് നോക്കുന്നുണ്ട്. ആഫ്രിക്കയിലെ ഏതോ ഒരു ദേശത്തിന്റെ രാജാവിനെ സഹായിക്കുവാനായി 9 നവരത്നങ്ങൾ, ബുദ്ധിമാന്മാരായ 9 നവരത്നങ്ങൾ അറിവിലും പ്രായത്തിലും തികഞ്ഞവരുണ്ടായിരുന്നു. അതിലൊരു മനുഷ്യന് ഒരു ദിവസം ഒരു ദർശനമുണ്ടായി. നമ്മുടെ ദേശത്തെ ഒരു ശത്രു രാജ്യം ആക്രമിക്കാനുള്ള ഒരുക്കം കൂട്ടുന്നുണ്ട്. എന്നാൽ ആ ഒരുക്കത്തിൽ നിന്ന് ശത്രു രാജ്യത്തിന്റെ ആക്രമണം ഇല്ലാതാക്കണമെങ്കിൽ നമ്മുടെ ദേശത്തിന്റെ ഏറ്റവും ഉയർന്ന സ്ഥലത്തുള്ള ഒരു പാറമേ ഒരു ദിവ്യമായ വെളിച്ചം സ്ഥാപിക്കുകയും ആ വെളിച്ചം ഒരിക്കലും കെടാതെ സൂക്ഷിക്കുകയും ചെയ്യേണ്ടതുണ്ടെന്ന് ഒരു ബുദ്ധിമാനായ മനുഷ്യൻ ദർശനത്തിൽ രാജാവിനോട് പറഞ്ഞു. രാജാവ് ഉടനെ കൽപ്പന പുറപ്പെടുവിച്ചു. രാജ്യത്തിന്റെ ഏറ്റവും ഉയർന്ന ഭാഗത്തുള്ള ആ ഒരു പാറയിൽ ഒരു പ്രകാശഗോപുരം സ്ഥാപിക്കുകയും അവിടെ വിളക്ക് കൊളുത്തി വയ്ക്കുവാനായി. അതോടൊപ്പം വീണ്ടും തന്നെ അതേ വൃദ്ധ ഒരിക്കൽ കൂടി ദർശനം കിട്ടി. ആ വിളക്ക് കെടാതെ സൂക്ഷിക്കേണ്ടത് രാജ്യത്തിലെ കന്യകകളായ യുവതികളുടെ കടമയായിരിക്കണം. രാജാവ് ഉത്തരവ് പുറപ്പെടുവിച്ചു. രാജ്യത്തുള്ള ഏറ്റവും കന്യകയായ ഏറ്റവും ചെറിയൊരു കന്യകയെ യുവതിയെ കൊണ്ടുവന്ന് ആ വിളക്ക് കെടാതെ സൂക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്തം കൊടുക്കുകയാണ്. എന്നാൽ 1-2 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ യുവതിക്ക് തനിച്ചതിന് കഴിയാതെ വന്നപ്പോൾ ദേശത്തിന്റെ പല ഭാഗത്തു നിന്നും ഒത്തിരിയേറെ യുവതികളെ, കന്യകളായ യുവതികളെ കൊണ്ടുവന്ന് ആ കടമ അവരെ ഏൽപ്പിച്ചു. ആദ്യം യുവതികൾക്ക്, കന്യകൾക്ക് ഈ ഡ്യൂട്ടി ഏറ്റെടുക്കാൻ ഒത്തിരിയേറെ പ്രയാസമുണ്ടായിരുന്നു. കാരണം കുടുംബത്തിൽ നിന്നും തങ്ങളുടെ ബന്ധുമിത്രാദികളിൽ നിന്ന് വിട്ടുമാറി ദൂരെ ഒരു പാറമേലായിരുന്ന ഈ വിളക്ക് കെടാതെ സൂക്ഷിക്കുവാനുള്ള ഒരു കടമ അത്രയും എളുപ്പമായിരുന്നില്ല. എന്നാൽ രാജാവ് കൽപ്പിച്ചതനുസരിച്ച് ഇവർക്ക് കഴിക്കുവാനായ ഭക്ഷണ പദാർത്ഥങ്ങളും മധുരപദാർത്ഥങ്ങളും കായ്കനികളും കൊടുക്കുവാൻ, ഫലങ്ങളെല്ലാം കൊടുക്കുവാൻ, പഴവർഗ്ഗങ്ങളെല്ലാം കൊടുക്കുവാൻ രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു. ഇങ്ങനെ മധുരമുള്ള പഴവർഗ്ഗങ്ങളും മധുര പലഹാരങ്ങളും കിട്ടിയപ്പോൾ അവിടെ യുവതികളുടെ ഒരു ഒഴുക്കായി മാറി. കാരണം കുടുംബജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല, ഈ വിളക്ക് കെടാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ യുവതികളുടെ, കന്യകളായ യുവതികളുടെ എണ്ണം കൂടി വന്നു.
പരസ്പരം എണ്ണം കൂടി വന്നപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കുവാനും, നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഫംഗ്ഷനിലായിരിക്കുമ്പോൾ മൊബൈൽ എടുത്ത് അവിടേക്ക് ഇവിടേക്ക് നീങ്ങി പോകുന്നത് പോലെ തന്നെ ആ യുവതികളും പരസ്പരം കുശലം പറയുവാൻ അവിടെ നിന്ന് മാറിപ്പോകുവാനുള്ള ഒരു നിമിഷത്തിൽ വിളക്ക് സൂക്ഷിക്കേണ്ട കടമ മറന്നുകൊണ്ട് എല്ലാ യുവതികളും തന്നെ അവിടെ നിന്ന് മാറിപ്പോവുകയും ആ പ്രകാശം ഇല്ലാതാവുകയും ശത്രുരാജ്യം വന്ന് അവരെ ആക്രമിക്കുകയും ചെയ്തു. ഈ കഥ നൽകുന്ന ഒരു ചെറിയൊരു സന്ദേശമുണ്ട്. ജീവിതത്തിലെ ഒരു വെളിച്ചമാണ്, ദിവ്യമായ വെളിച്ചമാണ് ഇന്ന് റെനെക്സും ജിഷിയും ചേർന്ന് ഇവിടെ കത്തിച്ച ആ തിരിയിലൂടെ അവർ രൂപം കയ്യിലെടുത്തിരിക്കുന്നത്. ഈ ദിവ്യമായ വെളിച്ചം ജീവിതത്തിന്റെ അവസാനം വരെ കെടാതെ സൂക്ഷിക്കേണ്ടത് ഇവരുടെ കടമയാണ്. പല രീതിയിലും പല സാഹചര്യങ്ങളിലും പല കൂട്ടുകാരികളിലൂടെയും ബന്ധുകാരികളിലൂടെയും ഇവരെ ഈ ത്യാഗത്തിലും സഹായത്തിന് മനോഭാവത്തിലും പുതിയൊരു കുടുംബജീവിതം തുടങ്ങുകയാണ് റെനെക്സും ജിഷയും. ഇവരുടെ മാതാപിതാക്കന്മാർ ഇവർക്ക് കാണിച്ചു കൊടുത്ത മാതൃകയനുസരിച്ച് പരസ്പരം സ്നേഹിക്കുവാനും സഹായിക്കുവാനും സന്തോഷത്തിലും സമാധാനത്തിലും ജീവിക്കുവാനുമുള്ള ഒരു ദൗത്യമാണ് ഇവർ രണ്ടുപേരും ഏറ്റെടുക്കുന്നത്. ഇന്ന് വാട്സപ്പിൽ കിട്ടിയ ഒരു ചെറിയൊരു സന്ദേശമുണ്ട്. ആ സന്ദേശവും ഇവരുടെ കുടുംബജീവിതത്തിൽ ഒത്തിരിയേറെ ഉപകാരപ്രദമായി. ആകയാൽ നമുക്കെല്ലാവർക്കും ഈ രണ്ടുപേരും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇന്നിവർക്ക് വരുന്ന കുടുംബജീവിതം, വിവാഹമെന്ന കുടാശയിലൂടെ വരുന്ന കുടുംബജീവിതം ജീവിതത്തിന്റെ അവസാന നിമിഷം വരെ ഒരുമയോടുകൂടി ഒരുമിച്ച് പ്രാർത്ഥിച്ചും ഒരുമിച്ച് ജീവിതം പങ്കുവച്ചും പരസ്പരം മുന്നോട്ട് പോകുന്നതിന് അനുഗ്രഹപ്പെടുത്തവരാൻ ഇവർക്ക് ധാരാളമായി ലഭിക്കുന്ന പ്രാർത്ഥനയോടുകൂടി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.